ഒരു സ്കൂളിന്റെ കരുതൽ ധനമാണ് PD അക്കൗണ്ട് അഥവാ പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട്. സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കരുതിയിട്ടുള്ള പണം. ഹെഡ് ഓഫ് അക്കൗണ്ടിലെ പണമെടുത്താണ് സാധാരണ പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ PD അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് പരീക്ഷ നടത്തുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അതിന് ചെലവാകുന്ന പണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മടക്കി നൽകാത്തതാണ് അധ്യാപകർ ചോദ്യം ചെയ്യുന്നത്. കാലാകാലങ്ങളായി PD അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പരീക്ഷ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 2021-22 അധ്യയന വർഷത്തെ പൈസ മാത്രമാണ്, അതുവരെയുള്ള പണം മാത്രമാണ് PD അക്കൗണ്ടിൽ നിന്ന് എടുത്തത് സർക്കാർ തിരികെ നൽകിയിട്ടുള്ളത്. 23-24, 22-23, 23-24 2 വർഷത്തേക്കുള്ള പണം ഇതുവരെ മടക്കി നൽകിയിട്ടില്ല. പൊതുപരീക്ഷകൾക്കായി കുട്ടികളിൽ നിന്നും പ്രത്യേകം ഫീസ് ഈടാക്കാറുണ്ട്. ഇങ്ങനെ ഈടാക്കുന്ന പണം എത്തുന്നത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ്. എന്നിട്ടും പണമില്ലാത്തതിലാണ് ദുരൂഹത സംശയിക്കുന്നത്. ഓരോ കുട്ടിയുടെ കയ്യിൽ നിന്നും +1 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് 240 രൂപയും അതുപോലെ +2 കുട്ടികളുടെ കയ്യിൽ നിന്നും 270 രൂപയും പരീക്ഷയ്ക്ക് വേണ്ടി വാങ്ങുന്നുണ്ട്. ഏകദേശം 8 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. 20 കോടി രൂപയാണ് ഇതിനു വേണ്ടി സമാഹരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസ സമാഹരിച്ചിട്ട് പരീക്ഷ നടത്താൻ പൈസ ഇല്ല എന്ന് പറയുന്നത്, ആ പൈസ എവിടെ പോയി വകമാറ്റി ചെലവഴിച്ചോ എന്ന് ഉത്തരം പറയേണ്ടത് ഈ ഗവൺമെൻറ്റാണ്. സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് PD അക്കൗണ്ടിൽ തിരിച്ചടച്ചാൽ മതിയെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ. കഴിഞ്ഞ 2 അധ്യയന വർഷം പരീക്ഷ നടത്തിയ പണം അപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.